ദുരന്തമുണ്ടായിരുന്ന ചൂരൽമല, മുണ്ടക്കൈ ചൂരൽമലയിലാണ് ഞങ്ങൾ എത്തിയത്. ഇത് വയനാട്ടിൽ നിന്ന് 30 ചില്ലാനം കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട് ഇവിടേക്ക് വരാൻ. പക്ഷേ എത്ര ആളുകളാണ് ഇവിടെ വരുന്നത് എന്നുള്ള വലിയ അത്ഭുതമായിട്ടാണ്. എത്രയും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വന്നപ്പോൾ ഒരു പട്ടണത്തിൻ്റെ പ്രതീതിയാണ്. അത്രയും തിരക്ക് പിടിച്ച വാഹനങ്ങൾ പോകുന്നു, പാർക്ക് ചെയ്യുന്നു. അതുപോലെ KSRTC വാഹനങ്ങൾ അവിടെ വരുന്നുണ്ട്. ആളുകളെ കൊണ്ടുപോകാൻ ബസ്സുണ്ട്. ഇതൊക്കെ എന്തിനാ? ഇത് ആ സ്ഥലത്ത് അവസാനത്തെ സ്ഥലം. ഈ സ്ഥലം കാണാൻ വേണ്ടി വരികയാണ്. അവിടെ വന്നിട്ട് വണ്ടി നിർത്തുന്നു. അവിടെ കച്ചവടക്കാരൊക്കെ കൂടുതലുണ്ട്. വസ്ത്രം ചെറിയ രീതിയിൽ വിൽപ്പന നടത്തുന്നുണ്ട്. അതൊക്കെ കാരണം ഈ ആളുകൾ കൂട്ടത്തോടെ ഇവിടെ വന്ന കാരണം കൊണ്ടാണ്. ഇപ്പം ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ദുരന്തം ഓർമ്മിപ്പിക്കുന്നത് വല്ലാത്തൊരു ഭയാനകമായ ദൃശ്യങ്ങളാണ് ഇവിടെ ബാക്കി വച്ചിരിക്കുന്നത്. ഇതൊരു നദിയായിരുന്നു, സുന്ദരമായൊരു നദിയായിരുന്നു. ഈ നദിയിൽ വലിയ വലിയ പാറക്കല്ല്, ഈ ഇരുമ്പ് പാലം കണ്ട നിങ്ങൾ, ഈ ഇരുമ്പ് പാലമാണ്. ആ ഒരു പാലം തകർന്നതിന് ശേഷം താൽക്കാലികമായി ഉണ്ടാക്കിയ പാലമാണിത്. ഇതിന് മുകളിലൂടെ ആൾക്കാർ പോകുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ ഉരുൾപൊട്ടിയ ഭാഗത്തേക്ക് ആളുകളെ കടത്തി വിടുന്നില്ല. അത് ഈ മലൻ്റെ മുകളിൽ ഒരു ഉയർന്ന ഭാഗത്താണ്. അപ്പോൾ ഇവിടെ വന്ന പാറക്കല്ല് ഇതാ ഈ ഭാഗത്ത് കണ്ട നിങ്ങൾ. ഈ മരത്തിന് ചുവടെ അമ്പലത്തിൻ്റെ ഒരു തറയാണ് കാണുന്നത്. അതൊക്കെ ഒലിച്ചു പോയതാണ്. അമ്പലത്തിൻ്റെ ചെറിയൊരു അടയാളങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ചെറിയ തറയുമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ആ പാറക്കല്ല് വന്നിട്ടുണ്ട്. അടഞ്ഞു പോയ ആളുകൾ അത്രയും, ഈ മണ്ണിനടിയിൽ ഈ ആളുകൾ കിട്ടാത്തത് ഉണ്ട് കേട്ടോ. അതും കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഈ പാറക്കല്ല് വന്ന്, ഈ പാറക്കല്ലിൻ്റെ വലിപ്പം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. അത്രയും ഒരു മനുഷ്യനെ കണ്ടാൽ തന്നെ അത്ഭുതപ്പെടുന്ന രീതിയിൽ ഇതൊക്കെ വെള്ളത്തിൽ കൂടി വരികയെന്ന് വെച്ചാൽ അത്ഭുതമാണ്. കാരണം ഒരു വീടിൻ്റെ അത്ര വലിപ്പമുള്ള പാറക്കല്ല് പോലെയുള്ള പാറക്കല്ല്. അപ്പോൾ ഈ സ്ഥലമായിട്ട് ആ ക്ഷേത്രത്തിൻ്റെ സ്ഥലമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു മരം അവിടെ ബാക്കിയുണ്ട് കേട്ടോ. ഏതായാലും അവിടെയൊക്കെ അടയാളപ്പെടുത്തലുണ്ട്. ഇടയ്ക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾ അവിടെയൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. ചില സ്ഥലത്തൊക്കെ ഒരു കൊടി, ചുവന്ന ഒരു കൊടി പോലെ ഒരു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പോകാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് താഴെയുള്ള ചിത്രമാണ് കാണുന്നത്. ആളുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ കടകളുണ്ട്. കടകളാണ്, ഇവിടെയൊക്കെ കടകളാണ്. ആളുകൾ ഈ ആളുകൾ മരിച്ച ആ ദുരന്തത്തിൽപ്പെട്ട പാവങ്ങൾ, ജീവൻ നഷ്ടപ്പെട്ട ആളുകളെ കാണാൻ വേണ്ടിയിട്ട്, ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് ആളുകൾ വരുന്നത്. ഈ പാറക്കല്ലൊക്കെ നോക്കും നിങ്ങൾ. ഈ പാറക്കല്ല് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന JCB ഉപയോഗിച്ച് മുറിക്കട്ട. അതിൻ്റെ അവിടെ ഒരു ഗുൽമോഹർ ഒരു ചെടി കാണുന്നുണ്ട്. ഇത് ആ മുകളിൽ കാണാൻ മലമെന്നാണ് ആ ഒരു പൊട്ടിയത സ്കൂളാട്ടോ കണ്ട്. സ്കൂളിൻ്റെ ശരിയായ വീഡിയോ വരുന്നുണ്ട്. ഒരു ഗുൽമോഹർ പൂത്തത് കാണുന്നുണ്ട്. ഇതൊക്കെ എന്താ അറിയോ? ഈ പാറക്കല്ല് പൊടിച്ചതാണ്. JCB ഉപയോഗിച്ച് പൊടിച്ച് ചെറിയ കല്ലുകളാക്കി മാറ്റുകയാണ്. വലിയ വലിയ പാറക്കല്ലുകളൊക്കെ കഷ്ണിക്കുകയാണ്. അതിനാണ് JCB വന്നിട്ടുള്ളത്. ഇവിടെ വെള്ളം കുടിക്കാനൊക്കെ സൗകര്യം, ഇഷ്ടംപോലെ കടകളുണ്ട്. കാരണം ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അതിനവിടെ അതായി ഈ കോർണറിൽ നിന്നാണ് ഉരുൾ പൊട്ടിയിട്ടുള്ളത്. കല്ലുകളും പാറക്കല്ലും. ആ രാത്രിയാണ് അത് സംഭവിച്ചത്. ആ രാത്രിയുടെ ഭയാനകത എത്ര ആയിരിക്കും എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഈ സ്ഥലത്തുള്ള ഭയാനകത. ആളുകളൊക്കെ അന്ന് കുറേ ആളുകൾ വെള്ളത്തിനടിയിൽ പെട്ടു. ഇനിയും കിട്ടാത്ത മൃതദേഹങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ മനസ്സിലാക്കാം. ഇതാണ് ഈ വെള്ള രീതിയിൽ കാണുന്ന കളർ കണ്ട ആ മലമ, അവിടെയാണ് ഉരുൾ പൊട്ടിയത്. അവിടുന്ന് പൊട്ടിയിട്ടാണ് വളരെ നിമിഷങ്ങളൊക്കെ ഇവിടെ എത്തി. ആ വീഡിയോയിൽ ആ സമയത്തുണ്ടായ അതിലൊക്കെ ആളുകൾ പറയുന്നുണ്ട് മണ്ണിൻ്റെ മണം ഉണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലമാണ് കണ്ടത് കേട്ടോ. ഈ സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂൾ കേട്ടോ. വലിയ സ്കൂളായിരുന്നു. ആ സ്കൂളിൻ്റെ ദൃശ്യമാണ്. സ്കൂളൊക്കെ ആകെ ഇതായിട്ടുണ്ട്. ചില ഭാഗങ്ങളുണ്ടെങ്കിൽ പോലും സ്കൂളിൽ കുറേ കുട്ടികൾ, ആ സ്കൂളിലത്തെ കുട്ടികൾ തന്നെ കുറേ ആളുകൾ മരിച്ചിട്ടുണ്ട്. സ്കൂളിൻ്റെ കാര്യങ്ങളാണ് കാണുന്നത്. ഈ പാലം ഇതൊരു പുഴ കേട്ടോ. ഇതൊരു പുഴയായിരുന്നു. ഈ പുഴയിൽ വെള്ളം കുറവാണ്. ഇതിലൂടെയാണ് വന്നിട്ടുള്ളത്. ആ പുഴൻ്റെ മുകളിലുള്ള ഈ താൽക്കാലിക പാലമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ചെറിയ രീതിയിൽ വെള്ളം ഉണ്ട് പുഴയിൽ. അതാ നല്ല കാണുമ്പോൾ നല്ല ദൃശ്യമാണ്. പക്ഷേ ആ വീടുകളൊക്കെ തകർന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം കുറഞ്ഞ സമയം, ഒരു മണിക്കൂർ സമയം ഞങ്ങളവിടെ ചിലവഴിച്ചിട്ടുണ്ടാവും. കാണാൻ കുറേ സ്ഥലങ്ങളുണ്ട്. ഇവിടെ അങ്ങനെ പോയിട്ട് ദുരന്തം വന്ന കുറച്ചൊക്കെ വെള്ളം ബാക്കിയുണ്ട് കേട്ടോ. ഈ ഒരു സംബന്ധിയിലുണ്ടായിരുന്നു. ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ പേര് വിവരം ഒരു ഫോട്ടോ അടക്കം വരുന്നൊരു ബോർഡ് ഉണ്ടായിരുന്നു. അത് എടുക്കാൻ മറന്നതാണ്. അത് ഈ ടൗണിലുണ്ട്. ആ ഫോട്ടോ പതിച്ച വലിയൊരു ബോർഡ്. ഇതാണ് ആ ടൗണ്. അവിടെയാണ് ഇപ്പോൾ കടകളൊക്കെ ഇങ്ങനെ ഓപ്പണായി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ആളുകൾക്കുള്ള ഭക്ഷണം, വെള്ളം കൊടുക്കുന്ന രീതിയിലുള്ള കടകളൊക്കെ ഉണ്ട്. ചെറിയ രീതിയിലുള്ള കടകൾ, ചെറിയ ഡ്രസ്സുകളുണ്ട് കുട്ടികൾക്കുള്ള. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ
പിന്നെ പഴയ കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടേക്കൊന്നും പ്രശ്നം വന്നിട്ടില്ല. ആ പുഴൻ്റെ ഏരിയയിലാണ് ആ അപകടം വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒപ്പം ബസ് ഇവിടെ ഉണ്ട് കേട്ടോ, KSRTC ബസ്സാണ് വന്നിട്ടുള്ളത്. ഇത് ആളുകൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി മാത്രമുള്ള റൂട്ടാട്ടോ, അല്ലാതെ ഒരു റൂട്ട് ഇവിടെ ഇല്ല. കാരണം ഇവിടെ കയ്യാണ്. ഞാൻ സ്കൂളിൻ്റെ ഭാഗമാണ് കാണുന്നത് കേട്ടോ. ഈ സ്കൂളിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ സ്കൂൾക്ക് പോകാൻ മറ്റൊരു റൂട്ടുണ്ട്. ആ റൂട്ടിൽ ഇങ്ങനെ പോയാൽ സ്കൂളിൻ്റെ ഭാഗങ്ങൾ കാണാൻ കഴിയും. സ്കൂളിൻ്റെ ഇവിടെ നിന്ന് വലിയ കേടുപാടൊന്നുമില്ല. പക്ഷേ ചെളി വന്നതായിട്ടുള്ള കാണിക്കുന്ന രേഖകളുണ്ട് കേട്ടോ. അതായത് ചെളി ഇങ്ങനെ ഈ ചെളിയാണ് കാണുന്നത്. ഇത് ഈ പുറകുവശം നല്ല തകർന്നിട്ടുണ്ട്. സ്കൂള് പിന്നെ പേര് കൊടുത്തിട്ടുണ്ട്. അതായത് അതുകൊണ്ട് കൊണ്ടൊന്നും പോകാൻ പാടില്ല. ശരിക്കും പോലീസിൻ്റെ നിയന്ത്രണം ഉണ്ട്. പിന്നെ അതൊക്കെ ഗ്രൗണ്ടൊക്കെ ആയിരിക്കണം അന്നത്തോളം സുന്ദരമായ സ്ഥലമായിരിക്കും. ഈ സ്കൂളിൻ്റെ ഭാഗങ്ങൾ അത്രയും സുന്ദരമായ സ്ഥലമായിരിക്കും. കാരണം പുരവക്കത്തിലുള്ള ഒരു സ്കൂളാണല്ലോ, അത്രയും സൗന്ദര്യമുള്ള ഒരു ഭാഗമായിരിക്കും ഇത്. പക്ഷേ ഇന്നാകെ തകർന്നു. സ്കൂൾക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ബിൽഡിങ്ങുകൾ തകർന്നു വീഴാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം കൊണ്ടാണ്. ഏതായാലും ഇവിടെ കാണുക, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനിയും കിട്ടാത്ത ആളുകളുണ്ട്, അവരൊക്കെ നമ്മുടെ മനസ്സിൽ അവരെക്കുറിച്ചൊക്കെ ബോധം വേണം എന്നുള്ള രീതിയിൽ നമ്മളിത് കാണുന്നു, പ്രാർത്ഥിക്കുന്നു. ഏതായാലും ഇനിയൊരു അപകടം നമുക്ക് വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. പക്ഷേ നമ്മൾ വർഗീയതയും എല്ലാം മറന്ന് മനുഷ്യൻ്റെ ഒത്തൊരുമിച്ചൊരു ദൃശ്യമായിരുന്നു ആ കാലഘട്ടത്തെ ഓർമ്മ എന്നുകൂടെ സാന്ദർഭികമായിട്ട് പറയുകയാണ്.